പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോഴും ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ്. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ വീണ്ടും ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ്. പോലീസ് ചെയ്യുന്നത് അവരുടെ ജോലിയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. अब पुलिस अपना काम कर रही है और कल कांग्रेस का एक डेलीगेशन आया हुआ था, उसमें माननीय सांसदगण, विधायकगण और संगठन के लोग भी थे, तो उनसे हमारी मुलाकात हुई. അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്നിപ്പോൾ സെഷൻസ് കോടതി തള്ളിയതിന് പിന്നാലെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ അവർ സമീപിക്കും. നിയമ നടപടികൾ സങ്കീർണമാകുമെന്നതുകൊണ്ട് തന്നെ പ്രത്യേക NIA കോടതിയെ സമീപിക്കേണ്ട എന്നാണ് നിയമോപദേശം. ശരത്ലാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്നും ചേർന്നത്. ശരത്ത്, ഈ അറസ്റ്റിനെ വീണ്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ട്. ഈ നേരത്തെയും അദ്ദേഹം ഇതേപോലത്തെ ഒരു നിലപാട്, സമാനമായ നിലപാട് തന്നെയായിരുന്നു എടുത്തത്. കേന്ദ്രം ഒരു തട്ടിൽ നിൽക്കുന്നു, സംസ്ഥാന ഘടകം മറ്റൊരു തട്ടിൽ നിൽക്കുന്നു, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വേറൊരു നിലപാടെടുക്കുന്നു. ഈ മൊത്തത്തിൽ ഈ BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് ശരത്ത്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് ആദ്യം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമ്മൾ നിൽക്കുന്ന ഈ ഛത്തീസ്ഗഡിൽ ഈ ദുർഗ പ്രദേശത്തൊക്കെയുള്ള ഒരു മനോനില, അതായത് ഛത്തീസ്ഗഡിലെ മനോനില എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ രീതിയിലാണ്. കാരണം പോലീസ് നടപടിയാണ് പൂർണ്ണ രൂപത്തിൽ. ഇവിടുത്തെ ഒരു BJP നേതാക്കളൊക്കെ തന്നെ കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്ത നടപടി ന്യായീകരിക്കുകയാണ്. മലയാള മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതികരണം പാടില്ല എന്നൊരു നിർദ്ദേശം BJPക്ക് നൽകിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ വേറൊരു നിലപാടും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലും വേറെ നിലപാടുമാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ. കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ 7 ദിവസം, ഒരാഴ്ച കഴിയുന്നു. ഇന്ന് യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത ജയിലിലാണ്. അതായത് 187 വനിതാ തടവുകാരുള്ള ജയിലിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമ്യ ഹർജിയിലെ സങ്കീർണമായ വകുപ്പുകൾ BNS 143 അടക്കമുള്ള NIA-യുടെ പരിധിയിൽ വരുന്ന, NIA-യുടെ അധികാര പരിധിയിൽ വരുന്ന BNS 143 ചേർത്തോടുകൂടി കേസ് സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമോപദേശകർ കുടുംബത്തോട് വ്യക്തമാക്കിയത്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകുക, അല്ലാതെ ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നതുകൊണ്ടാണ് NIA കോടതിയുടെ സങ്കീർണമായ നടപടിക്രമങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നുമാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ കന്യാസ്ത്രീകളെ നിയമ വിദഗ്ധർ, അഭിഭാഷകരും അതേപോലെ തന്നെ MLA-മാരും കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഹർജി സമർപ്പിക്കുക. ഏതായാലും ഇന്ന് 10 മണിയോട് കൂടി തന്നെ സർട്ടിഫിക്കറ്റ് കോപ്പി ലഭിക്കും എന്നാണ് സെഷൻസ് കോടതിൻ്റെ. ഏതായാലും കന്യാസ്ത്രീയെ സംബന്ധിച്ചോളം ഇനി ഒരു 48 മണിക്കൂറെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും, ഏറ്റവും ചുരുങ്ങിയത്. എന്നാൽ മാത്രമേ ജാമ്യം ലഭിച്ചാൽ ജാമ്യം ഹർജി പരിഗണിക്കുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും. കാരണം ഇന്ന് ജാമ്യ ഹർജി നൽകിയാൽ പോലും അത് നാളെ മാത്രമേ വാദത്തിന് വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ ജാമ്യം ലഭിച്ചാലും മറ്റന്നാൾ മാത്രമേ ഈ കന്യാസ്ത്രീകൾ ഇനിയും ഈ ജയിലിൽ തുടരേണ്ടി വരും എന്ന കാര്യമാണ് ഇപ്പോൾ ശരത്ലാൽ പ്രേക്ഷകരിൽ. ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വീണ്ടും അദ്ദേഹത്തിന്റെ നിലപാട് തുടരുകയാണ്.